ഈ സരസ്വതി ദേവിയുടെ അടിസ്ഥാന സ്ഥലം കാശ്മീരാണ്. ജലത്തിൻ്റെ രൂപത്തിലാണ് സരസ്വതി ദേവി ഒഴുകി വരുന്നത്. കുറച്ച് കഴിയുമ്പോൾ കാണുന്നില്ല. കാരണം എന്താ, അറിവ് സൂക്ഷ്മമാണ്, നമുക്ക് കാണാൻ പറ്റില്ല. അതിനെ നമ്മൾ പിന്നെ തേടി കണ്ടെത്തണം താല്പര്യമുള്ളവർ. ഈ അഭിഷേകം നമ്മൾ സർവജ്ഞപീഠം കയറി എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക എന്തെങ്കിലും സിംഹാസനത്തിൽ ഇരുത്തി എന്നല്ല, അത് തന്നെ അകത്തോട്ട് കയറി അവിടെ ഇരുന്ന് ആ ജലം കൊണ്ട് അഭിഷേകം ചെയ്യപ്പെടുന്ന ചടങ്ങിനാണ് ശരിക്കും സർവജ്ഞപീഠം കയറി എന്ന് പറയും. സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഈ പണ്ഡിറ്റുകളെല്ലാം ഒരു പ്രത്യേക സമയത്ത് ഈ തീത്വാളിൽ വന്ന് കൂടിയിട്ട് അവിടെ നിന്നാണ് ഈ ശാരദാപീഠത്തിലേക്ക് ഇവർ പോകുന്നത്, വർഷത്തിലൊരിക്കൽ. ചേച്ചി, സോഷ്യൽ മീഡിയയിൽ ഞാൻ കണ്ടതാണ് രാംനാഥ്ജിയുടെ കൂടെയും ശ്രീനാഥ് കാര്യാട്ടിൻ്റെ കൂടെയും ഒക്കെയുള്ള കാശ്മീർ യാത്ര. താങ്കളെയും ആ ചിത്രങ്ങളിൽ കണ്ടിരുന്നു. എന്താണ് കാശ്മീർ യാത്രയുടെ അനുഭവങ്ങൾ, ഒപ്പം സരസ്വതി ക്ഷേത്രവും സരസ്വതി പീഠവുമായി ബന്ധപ്പെട്ട അനുഭവങ്ങളൊക്കെ? കുറേയധികം പറയാനുണ്ടത്. ഞങ്ങളുടെ ഒരു ബദ്രി കേദാർ യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുന്ന സന്ദർഭത്തിൽ ഋഷികേശിൽ വെച്ചിട്ട് കുട്ടി സ്വാമിജി എന്നറിയപ്പെടുന്ന ഒരു സ്വാമിജിയുണ്ട് ഹിമാലയത്തിൽ. ഉത്തരകാശിയിലാണ് അദ്ദേഹത്തിൻ്റെ ആസ്ഥാനം. ഞാൻ ഇദ്ദേഹത്തെ പറ്റി അറിയുന്നത് ചിദാനന്ദപുരി സ്വാമിജി പറഞ്ഞിട്ടാണ്. സ്വാമിജി അറിയാമല്ലോ, സ്വാമിജി പറഞ്ഞിട്ടാണ്. അതിനു മുമ്പുള്ള ഒരു ചാർധാമി യാത്രയിൽ ഉത്തരകാശിയിൽ താമസിച്ചു 3 ദിവസം ചിദാനന്ദപുരി സ്വാമിജിയുടെ സത്സംഗം ഉണ്ടായിരുന്നു. ഞാനാണ് അതെല്ലാം കോർഡിനേറ്റ് ചെയ്തത്. അപ്പോൾ സ്വാമിജി എന്നോട് പറയുമായിരുന്നു, എന്താവശ്യം ഉണ്ടെങ്കിലും നമുക്ക് ഹരിസ്വാമിജിയോട് പറയാം. അപ്പോൾ ചിദാനന്ദപുരി സ്വാമിജി ഇങ്ങനെ പറയുമ്പോൾ അതാരാണെന്ന് അറിയാനുള്ള ഒരു താല്പര്യം വരുമല്ലോ. അപ്പോഴാണ് സ്വാമിജി എന്നോട് പറഞ്ഞത് ഹരിബ്രഹ്മേന്ദ്രാനന്ദ തീർത്ഥ എന്നാണ്. സ്വാമി ഹരിബ്രഹ്മേന്ദ്രാനന്ദ തീർത്ഥ. അദ്ദേഹം ഒരു 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പം കേരളം വിട്ടുപോയി സന്യാസി ആയതാണ്. വളരെ കുട്ടിക്കാലത്ത് സന്യാസം സ്വീകരിച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ കുട്ടി സ്വാമിജി എന്ന് പറയുന്നത്. അപ്പം ഞങ്ങളുടെ അവിടെ അദ്ദേഹത്തിൻ്റെ സത്സംഗമൊക്കെ ഉണ്ടായിരുന്നു ഈ അടുത്ത ഹിമാലയൻ യാത്രയിൽ. അപ്പം ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ, ഞാൻ യാത്രകൾ ഇപ്പോൾ കൂടുതലും ചെയ്യുന്നത് ഒരു ട്രാവൽ കമ്പനിയുടെ കൂടെയാണ്. യോഗി ട്രെയിൽസ് എന്ന് പറഞ്ഞ് ഏറ്റുമാനൂരുള്ളതാണ്. അപ്പോൾ അവർ എന്നെ ഒരു ഗസ്റ്റ് ഓഫ് ഓണറായിട്ട് കൊണ്ടുപോവുകയാണ്. അപ്പോൾ എൻ്റെ സത്സംഗമൊക്കെ ഇതിൽ കാണും. ഞാനും ആരുടെയെങ്കിലും സത്സംഗമൊക്കെ ഉണ്ടെങ്കിൽ അറേഞ്ച് ചെയ്യും. അപ്പം അങ്ങനെ ഋഷികേശിൽ വെച്ച് ഈ കുട്ടി സ്വാമിജിയുടെ ഒരു സത്സംഗം അറേഞ്ച് ചെയ്തു. നമ്മുടെ ശങ്കുട്ടി ദാസും ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ. അതെ, ശങ്കു നമ്മുടെ ഇവരെല്ലാം രാമാനന്ദ്, ശ്രീനാഥ് കാര്യാട്ട് എല്ലാം നമ്മുടെ അനുജന്മാരാണ്. അപ്പോൾ ശങ്കുവിൻ്റെ അമ്മ അവർ കുറേ ഫാമിലി ഉണ്ടായിരുന്നു. അപ്പോൾ ശങ്കു ഇതുവരെ ഹിമാലയം പോയിട്ടില്ല. അപ്പോൾ ഞാൻ കുറേ പോയതുകൊണ്ട് എന്നോട് പറഞ്ഞു, ചേച്ചിക്ക് പരിചയം ഉണ്ടല്ലോ, എന്നാൽ ഞാൻ ചേച്ചിയുടെ കൂടെ വരാം. ആക്സിഡൻറ്റ് കഴിഞ്ഞിട്ടുള്ള അവൻ്റെ ആദ്യത്തെ ഒരു പരീക്ഷണമായിരുന്നു, ഇത്രയും പോകാൻ പറ്റുമോ. തുംഗനാഥ് വരെ നടന്ന് കയറി. അപ്പം ഞാൻ പറഞ്ഞു, എല്ലായിടത്തുനിന്നും എനർജി സ്വീകരിച്ചോളൂ സമൂഹത്തിൽ പ്രവർത്തിക്കാൻ എന്നുള്ള രീതിയിൽ. അപ്പം അന്നാണ് ഈ ശാരദാ പീഠത്തെ പറ്റിയും ശാരദാ ക്ഷേത്രത്തെ പറ്റിയും സ്വാമിജി പ്രഭാഷണത്തിൽ പറയുന്നതും ഞങ്ങളോട് അവിടെ പോകണം എന്ന് പറഞ്ഞത്. കാരണം നമ്മുടെ ഒരു മനസ്സിനെ പറ്റി സ്വാമിജിക്ക് അറിയാം കൃത്യമായിട്ട്. അപ്പം അതിനെപ്പറ്റി പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, സ്വാമിജി പറയുന്നത് ഈ കാശ്മീരിൽ ആണ് ശാരദാ പീഠം. നമുക്കെല്ലാവർക്കും അറിയാം. എല്ലാ ദേവന്മാർക്കും ഒരു അധിഷ്ഠാന സ്ഥലമുണ്ട്. അപ്പോൾ നമ്മൾ മഹാവിഷ്ണുവിൻ്റെ ആണെങ്കിൽ ബദ്രി, ഇപ്പോൾ ശിവൻ്റെ ആണെങ്കിൽ വേണമെങ്കിൽ ജ്യോതിർലിംഗങ്ങൾ, പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ എന്ന് പറയാം. അപ്പം അങ്ങനെ സ്വാമിജി പറയുന്നു, സരസ്വതി ദേവിയുടെ അടിസ്ഥാന സ്ഥലം എന്ന് പറയുന്നത് കാശ്മീരാണ്. അത് സരസ്വതി രഹസ്യ ഉപനിഷത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ വീട്ടിൽ വന്നതൊക്കെ എടുത്ത് നോക്കി. സരസ്വതി രഹസ്യ ഉപനിഷത്ത് 110 ഉപനിഷത്തുണ്ട് കയ്യിൽ. അതിൽ പറയുന്നുണ്ട്, നമോ ശാരദേ ദേവി കാശ്മീര പുരവാസിനി. അതായത് ശാരദ എന്ന് പറഞ്ഞാൽ അറിവ് തരുന്നവൾ. സരസ്വതി ദേവിയുടെ മറ്റൊരു പേരാണ്. സരസ്വതി രഹസ്യോപനിഷത്തിലാണ് ശാരദ എന്നുള്ള പേര് കൊടുത്തിരിക്കുന്നത്. അപ്പം എന്താണെന്ന് വെച്ചാൽ ഈ സരസ്വതി ദേവിയുടെ അടിസ്ഥാന സ്ഥലം കാശ്മീരാണ്. അപ്പം അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, സരസ്വതി ദേവി എന്തിൻ്റെ ദേവതയാണ്? അറിവിൻ്റെ ദേവതയാണ്. ഇപ്പം നമ്മുടെ ശരീരത്തിൽ പൊതുവെ അറിവ് എവിടെ ഇരിക്കുന്നത്? അറിവ് നമുക്ക് കാണാൻ പറ്റില്ല, എങ്കിലും അറിവ് എവിടെ ഇരിക്കുന്നതെന്നാണ് നമ്മൾ പറയുന്നത്. ബുദ്ധിയിലാണ്, അല്ല ബുദ്ധിയാണ്, തലച്ചോറിലാണ് ഇരിക്കുന്നതെന്ന് പറയും. ഇതുപോലെ തന്നെ ഭാരതത്തിൻ്റെ ശിരസ് എന്ന് പറയുന്നത് ഏതാണ്? കാശ്മീരാണ്. അപ്പോൾ അറിവിൻ്റെ ദേവതയായിട്ടുള്ള സരസ്വതി ദേവിയുടെ ആസ്ഥാനം എവിടെയായിരിക്കണം? കാശ്മീരായിരിക്കണം. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഈ അടിസ്ഥാന സ്ഥലം കാശ്മീർ എന്ന് പറയുന്നത്. മാത്രമല്ല, അവിടെ പണ്ട് കാലത്ത് കുറച്ച് കുണ്ടങ്ങളുണ്ടായിരുന്നു, കുളങ്ങൾ. ഇതിലൊരു കുളത്തിലായിരുന്നു സരസ്വതി ദേവിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നത്.
ജലത്തിലാണ്. നമുക്കറിയാം ബദ്രി കഴിഞ്ഞ് മാനായിൽ പോകുമ്പോഴും ജലത്തിൻ്റെ രൂപത്തിലാണ് സരസ്വതി ദേവി ഒഴുകി വരുന്നത്. കുറച്ച് കഴിയുമ്പോൾ കാണുന്നില്ല. കാരണം എന്താ, അറിവ് സൂക്ഷ്മമാണ്, നമുക്ക് കാണാൻ പറ്റില്ല. അതിനെ നമ്മൾ പിന്നെ തേടി കണ്ടെത്തണം താല്പര്യമുള്ളവർ. ഇതുപോലെ തന്നെ ഈ ഭാരതത്തിൻ്റെ ശിരസ് എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്ത് കുറച്ച് കുണ്ടങ്ങളുണ്ടായിരുന്നു. അതിലായിരുന്നു ദേവിയുടെ ആസ്ഥാനം. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അത് ഒരു ക്ഷേത്രമായിട്ട്, ചെറിയൊരു ക്ഷേത്രമായിട്ട് പരിണമിച്ചു. ഇതൊക്കെ വളരെ കാലം മുമ്പാണ്, ശങ്കരാചാര്യരുടെ കാലത്തിനും ആദിശങ്കരാചാര്യരുടെ കാലത്തിനും ഒക്കെ മുമ്പ്. അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ആദിശങ്കരാചാര്യരുടെ കൂടെ ഉണ്ടായിരുന്ന സുധന്വാവ് എന്ന് പറയുന്ന രാജാവും ശിഷ്യന്മാരും ഒക്കെ പറയുന്നത്, ശങ്കരാചാര്യർ 2.5 തവണ ഭാരതം പരിക്രമണം ചെയ്തിട്ടുണ്ട്. ആ രാജാവ് പറയുന്നു, നമുക്ക് ശാരദാപീഠത്തിൽ പോകണമെന്നും സർവജ്ഞപീഠം കയറണമെന്നും അഭ്യർത്ഥിക്കുകയാണ്. അപ്പം അന്ന് ഭാരതത്തിനകത്തു കൂടെ അല്ല, അന്ന് അഖണ്ഡ ഭാരതമാണ്. അപ്പം നമ്മളുടെ ഇന്ന് കാണുന്ന ബോർഡറല്ല, ഇങ്ങനെ പോയി മുകളിൽ കൂടി താഴേക്ക് ഇറങ്ങി വരികയാണ് കാശ്മീരിലേക്ക്, പിന്നെയാണ് ശ്രീനഗറിലേക്കൊക്കെ വരുന്നത്. അപ്പം ഇവരെല്ലാം അഭ്യർത്ഥിച്ചപ്പോൾ ആദിശങ്കരാചാര്യർ സമ്മതിച്ചു, എന്നാൽ ശാരദാപീഠത്തിലേക്ക് പോകാം. ഇതിൻ്റെ പേര് ശാരദാപീഠം എന്ന് പറഞ്ഞാൽ ശാരദാദേവിയുടെ ഇരിപ്പിടം എന്നാണ് അർത്ഥം. അപ്പം അടിസ്ഥാനപരമായിട്ടുള്ള സ്ഥലമാണ്. അങ്ങനെ വളരെ വലിയ ഘോഷയാത്രയോടുകൂടി ആദിശങ്കരാചാര്യ രാജാവ് ഉപചാരപൂർവ്വം സ്വീകരിച്ച് ഈ ശാരദാപീഠത്തിലേക്ക് കൊണ്ടുവരികയാണ്. പക്ഷേ ഈ ക്ഷേത്രത്തിൽ എല്ലാവർക്കും പ്രവേശനമില്ല. അതിനൊരു നിബന്ധനയുണ്ട്. അന്ന് ജീവിച്ചിരിക്കുന്ന വളരെ വലിയ ഈ പണ്ഡിതന്മാരെ എല്ലാം തർക്കത്തിൽ തോൽപ്പിക്കുന്നവർക്ക് മാത്രമേ ഈ ക്ഷേത്രത്തിൽ പ്രവേശമുള്ളൂ. പല കാലങ്ങളിലായിട്ട് ഈ മീമാംസകന്മാരും വാർത്തികന്മാരും ഒക്കെ അങ്ങനെയുള്ളവർ കയറിയിട്ടുണ്ട്. തെക്ക് വശത്തെ കവാടം മാത്രം തുറന്നിട്ടില്ല. ഈ ക്ഷേത്രത്തിന് 4 കവാടമാണുള്ളത്. തെക്ക് വശത്തിലൂടെ മാത്രം ആരും പ്രവേശിച്ചിട്ടില്ല. ആദിശങ്കരാചാര്യ തെക്കുന്നാണല്ലോ, നമ്മുടെ കേരളത്തിൽ നിന്നല്ലേ. അങ്ങനെ അദ്ദേഹം അവിടെ എത്തുകയും ഈ കവാടങ്ങളിൽ പോലും പണ്ഡിതന്മാരുണ്ട്. അവിടെ എല്ലാം ഇരിക്കുന്നവരെ ഈ വാഗ്വാദത്തിൽ തോൽപ്പിച്ചാൽ മാത്രം വരെ അവർക്കത് കൺവിൻസ്ഡ് ആയിട്ട് അവരിലും മാറ്റം വരണം. അങ്ങനെ അദ്ദേഹം ഈ ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു. ഈ കുണ്ടത്തിനരികിൽ ഇരുത്തി പുരോഹിതന്മാർ മന്ത്രമെല്ലാം ചൊല്ലി അദ്ദേഹത്തിൽ ഈ ജലം അഭിഷേകം ചെയ്തു. ഈ അഭിഷേകം, നമ്മൾ സർവജ്ഞപീഠം കയറി എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക എന്തെങ്കിലും സിംഹാസനത്തിൽ ഇരുത്തി എന്നല്ല, അത് തന്നെ അകത്തോട്ട് കയറി അവിടെ ഇരുന്ന് ആ ജലം കൊണ്ട് അഭിഷേകം ചെയ്യപ്പെടുന്ന ചടങ്ങിനാണ് ശരിക്കും സർവജ്ഞപീഠം കയറി എന്ന് പറയുന്നത്. മാത്രമല്ല ആ സമയത്ത് ശാരദാദേവിയുടെ അനുഗ്രഹം ലഭിച്ചുവെന്നും അശരീരി ഉണ്ടായി. നീ സർവജ്ഞനാണ്. സർവജ്ഞൻ എന്ന് പറഞ്ഞാൽ എല്ലാം അറിയുന്നവൻ. ദേവിയുടെ ദർശനം ചിലർക്ക് കിട്ടും, ചിലർക്ക് വാണിയിലൂടെ ആയിരിക്കും. ആദിശങ്കരാചാര്യർക്ക് ദേവിയുടെ ദർശനവും ലഭിച്ചു എന്നാണ് പറയുന്നത്, സരസ്വതി പീഠത്തിൽ വെച്ച്. തെക്കിന്റെ ഒരു സംശയം ചോദിച്ചോട്ടെ, ഞാൻ ഫ്ലോ കളയണ്ടെന്ന് വിചാരിച്ച് ചോദിക്കാം. തെക്കിന്റെ പീഠം എന്ന് പറയുന്നത് 4 ദിക്കുകളിൽ നിന്നുള്ളവർ വരുമ്പോഴാകും ഓരോ വാതിലുകൾ തുറക്കുന്നത്. തെക്കോട്ടുള്ള വാതിൽ തുറന്നിട്ടില്ല അല്ല, സർവജ്ഞനായിട്ട് ഓരോരുത്തർ കയറുമല്ലോ. തെക്കിന്റെ വാതിൽ എപ്പോഴാണ് തുറക്കുന്നത്? അതെ അതെ, അത് തന്നെ. അപ്പൊ ആ ഒരു കവാടം അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ തുറക്കപ്പെട്ടത്. ബാക്കി എല്ലായിടത്തു നിന്നൊക്കെ ഉള്ളവർ വന്നിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ തീർത്ഥം എന്ന് പറയുന്നത് വളരെ അമൃത സമാനമാണ്. നമ്മൾ പറയില്ല, അറിവ് നമുക്ക് അമൃതം ഒഴുകി എന്നൊക്കെയല്ലേ പറയുന്നത് സഹസ്രാര പത്മത്തിൽ. അപ്പം അതിന് തുല്യമാണ് ശരിക്കും പറഞ്ഞാൽ ഈ തീർത്ഥം. അപ്പം അന്ന് അത് കഴിഞ്ഞതിന് ശേഷം ഈ ശാരദാപീഠം എന്ന് പറയുന്നത് വളരെ വലിയൊരു യൂണിവേഴ്സിറ്റി ആയിട്ട് മാറ്റപ്പെട്ടു എന്നാണ് പറയുന്നത്. ശാരദാ ലിപിയൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. ശാരദാ ലിപി കാശ്മീരിലല്ല ഉദ്ഭവിച്ചതെങ്കിലും ആ യൂണിവേഴ്സിറ്റിയിലുള്ള പണ്ഡിതന്മാരാണ് ഇതിന് പ്രചാരം കൊടുത്തത്. നളന്ദ തക്ഷശിലയിലെ പോലും അധ്യാപകന്മാർ ഇവിടെ നിന്ന് പോയവരാണെന്നാണ് പറയുന്നത്. ശാരദാ പീഠത്തിൽ നിന്നും പോയവരാണെന്നാണ് പറയപ്പെടുന്നത്. പിന്നീട് ആ ഒരു ക്ഷേത്രം അവിടെ നിന്നിരുന്നു. കാലക്രമേണ നമ്മളുടെ കാലത്തിലും രാഷ്ട്രീയത്തിലും ഒക്കെ മാറ്റം വന്നു. സ്വാതന്ത്ര്യത്തിന് മുമ്പ് അന്ന് ഈ കാശ്മീരിലെ പണ്ഡിറ്റുകൾക്ക് ഒരു ചടങ്ങുണ്ടായിരുന്നു. കാരണം ആദിശങ്കരാചാര്യർ സർവജ്ഞപീഠം കയറിയ സ്ഥലമായതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു വെച്ചാൽ, നമ്മൾ ഇന്ന് ശബരിമലയ്ക്ക് പോകുന്നത് പോലെ അവരൊരു തീർത്ഥാടനം എല്ലാ വർഷവും നടത്തും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, കാശ്മീരിലെ തീത്വാൾ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. ചിലപ്പോൾ നമ്മൾ ഈ ടി വിയിലൊക്കെ അടിയിൽ സ്ക്രോളിങ് ചെയ്ത് കാണിക്കാം, തീത്വാളിൽ ഇന്ന് വെടിവെപ്പ് ജമ്മു കാശ്മീരിലെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ വളരെ സെൻസിറ്റീവ് ഏരിയാസാണ്. അന്ന് ഇതൊന്നും ഇല്ലല്ലോ. സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഈ പണ്ഡിറ്റുകളെല്ലാം ഒരു പ്രത്യേക സമയത്ത് ഈ തീത്വാളിൽ വന്ന് കൂടിയിട്ട് അവിടെ നിന്നാണ്
ഈ ശാരദാ പീഠത്തിലേക്ക് ഇവർ പോകുന്നത്. വർഷത്തിലൊരിക്കൽ ദർശനത്തിനായിട്ട് പോകും, തിരിച്ചു വരും. അങ്ങനെയാണ്. അപ്പോൾ ഈ തീർത്വാള് കഴിഞ്ഞാൽ ഉടനെ കിഷൻ ഗംഗ എന്ന് പറയുന്ന ഒരു നദിയാണ് ചേർന്ന്, നമ്മുടെ കൃഷ്ണഗംഗ എന്ന് പറയും. ആ പാലം കടന്ന് കുറച്ചുകൂടി പോകുമ്പോഴാണ് ഈ ശാരദാ പീഠമുള്ളത്. അപ്പോൾ ഇവരെന്ത് ചെയ്തു, ഈ തീർത്വാളിൽ നിന്നല്ലേ യാത്ര ആരംഭിക്കുന്നത്. അവിടെ ഒരു ക്ഷേത്രം എടുത്തു, ശാരദാ ക്ഷേത്രം. ഒരു ഗുരുദ്വാര ഉണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ ഒരു ചടങ്ങ് ഇവർക്കുണ്ടായിരുന്നു. കുറേ കാലം കഴിഞ്ഞപ്പോൾ, നമ്മുടെ സ്വാതന്ത്ര്യമൊക്കെ കഴിഞ്ഞ് പലപ്പോഴും പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധമൊക്കെ ഉണ്ടായപ്പോൾ ഇത് തകർക്കപ്പെട്ടു. നമ്മൾ ഈ നമ്മുടെ ഭാരതത്തിൻ്റെ മാപ്പ് ഒന്ന് നോക്കിയാൽ, ഈ സ്കൂളിലൊക്കെ നമ്മളെ വരയ്ക്കാൻ പഠിപ്പിക്കുമല്ലോ, അപ്പം നമ്മൾ ഈ തല ചേർത്തിട്ടാണ് വരയ്ക്കുന്നത്. ശരിക്കും തലയുടെ മുക്കാൽ ഭാഗവും നമ്മുടെ കയ്യിലല്ല. അത് നോക്കിയാൽ മതി. ആ തല തുടങ്ങുന്ന അവിടെയായിട്ടൊരു വരയുണ്ട്, LOC, ലൈൻ ഓഫ് കൺട്രോൾ. അപ്പോൾ പിന്നെയുള്ള പല സമയങ്ങളിലും ഈ ഭാരതത്തിലേക്ക് കടന്ന് കയറുകയാണ് ചെയ്തത്. ഇപ്പോൾ ആ സ്ഥലത്തിന് പറയുന്ന പേര് നമുക്കറിയാം, POK, പാക് ഓക്യുപൈഡ് കാശ്മീരാണ്. അപ്പോൾ ഈ ശാരദാ പീഠവും എല്ലാം അവരുടെ കയ്യിലായി. ഈ ക്ഷേത്രം തകർക്കപ്പെട്ടു. ഇന്ന് സ്കെൽട്ടൻ പോലെ ഒരു തൂണ് പോലെ നിൽക്കുന്നുള്ളൂ. ഇന്നത് പാകിസ്ഥാൻ ആർക്കിയോളജിക്കൽ സർവേയുടെ കീഴിലാണ് നിർത്തിയിരിക്കുന്നത്. പലപ്പോഴും നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഏത് ക്ഷേത്രങ്ങൾ തകർത്താലും ഒന്ന് ശ്രദ്ധിച്ചറിയാം, പൂർണ്ണമായിട്ട് തകർത്തിട്ടില്ല, എന്തെങ്കിലുമൊക്കെ നിർത്തിയിരിക്കും. ഇത് നമുക്കുള്ള ഓർമ്മയാണ്, നിങ്ങളെ ഞങ്ങളിങ്ങനെ തകർത്തിരുന്നു എന്നുള്ള ഓർമ്മയാണ്. ശരിക്കും അത് നമ്മളെ ഓർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പലപ്പോഴും നിർത്തുന്നതെന്ന് എനിക്ക് തോന്നാറുണ്ട്. അപ്പം എന്താണെങ്കിലും പിന്നെ ഉള്ള കുറച്ചു കാലം നല്ല സമയമാണെങ്കിൽ, സൗമ്യതയിലൊക്കെ ഇരിക്കുന്ന സമയമാണെങ്കിൽ ഈ പാലം കടന്ന് പോകാനുള്ള അനുവാദം ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് വഴക്ക് മൂർച്ഛിച്ചപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ടങ്ങ് നിർത്തലാക്കി. അപ്പോൾ ഇന്ന് വളരെയധികം ഭാഗം, ഇപ്പം നമ്മളവിടെ പോയി ആർമി കൻറ്റോൺമെൻറ്റിലൊക്കെ പോയി പല സമയത്തിലും യുദ്ധം ചെയ്ത് ഈ സ്ഥലങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിലും രാഷ്ട്രീയപരമായിട്ടുള്ള പല കാരണങ്ങളിൽ ചർച്ച വരുമ്പോൾ നമ്മളിതെല്ലാം വിട്ടുകൊടുക്കും. ഇത്രയും സൈനികരൊക്കെ ജീവൻ ത്യജിച്ചിട്ടും പലപ്പോഴും വെറുതെ വിട്ടുകൊടുക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ ഇപ്പോൾ നമുക്കത് പൂർണ്ണമായിട്ട് പറ്റില്ല, യാത്രയും പറ്റില്ല. ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ കിഷൻ ഗംഗയുടെ മുകളിൽ കൂടെ ഒരു പാലമുണ്ട്. അത്ര വലുതൊന്നുമല്ല, ഇതിൻ്റെ പകുതി വരെ നമുക്ക് പോകാം, പകുതി വരെ അവർക്കും വരാം. വഴക്ക് കൂടുന്നാൽ, ഇത് കൂടിയാണെങ്കിൽ ഇത് ക്ലോസ് ചെയ്യും, ആർക്കും അങ്ങോട്ട് പറ്റില്ല. മുഴുവൻ മിലിറ്ററിയുടെ കൺട്രോളിലാണ്.